നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നിയമസഭയിൽ 2011 തെരഞ്ഞെടുപ്പ് ഫലം തമിഴ്നാട്ടിൽ DMKക്ക് എന്നും ഒരു ഭയപ്പാട് തന്നെയാണ്. DMK അന്ന് തൂത്തെറിയപ്പെട്ട നാൾ 23 സീറ്റുകളിലേക്ക് ഒതുങ്ങി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMKക്ക് ഒരു സീറ്റ് പോലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്നും ലഭിച്ചതുമില്ല. അന്ന് AIADMK 37 സീറ്റുകളാണ് നേടിയെടുത്തത്. ജയലളിതയുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ ഒരു ആധിപത്യം ഉണ്ടാക്കിയെങ്കിലും BJPക്ക് കേന്ദ്രത്തിൽ കേവല ഭൂരിപക്ഷം ഉള്ളതിനാൽ വിലപേശൽ രാഷ്ട്രീയം ഒന്നും തന്നെ നടത്താൻ കഴിഞ്ഞില്ല. അന്ന് തമ്പിദുരൈയായിരുന്നു ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ. അത് ഒരു കീഴ്വഴക്കം എന്ന രീതിയിൽ ഏറ്റവും വലിയ സീറ്റുകളുള്ള മൂന്നാമത്തെ ഘടകകക്ഷിയായിരുന്നു AIADMK. BJPക്ക് അന്ന് 282 സീറ്റുകൾ ഉള്ളപ്പോൾ കോൺഗ്രസിന് 44, AIADMKക്ക് 37 സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതിപക്ഷ സ്ഥാനം ലഭിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ തമിഴക വെട്രിക്കഴകവുമായി ചർച്ച നടത്തിക്കൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ നടത്തുന്ന നീക്കം അത് കൃത്യമായി സശ്രദ്ധം വീക്ഷിച്ചു വരികയാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് DMKയുടെ അധികാര രാഷ്ട്രീയ ഗർവിനെ പിടിച്ചു കുലുക്കാൻ കെൽപ്പുള്ള രീതിയിലേക്ക് ഒരു മാറ്റമാണ് AIADMK കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്നാൽ പോലും 20% വോട്ട് ഷെയർ നേടിയെടുക്കാൻ വിജയുടെ പാർട്ടിക്ക് ഒരുപക്ഷെ കഴിയും എന്ന പ്രത്യാശയാണ് ഇത്തരത്തിൽ പ്രശാന്ത് കിഷോർ AIADMKയുമായി അടുപ്പിക്കാൻ തമിഴക വെട്രിക്കഴകവുമായി ഒരു ഡീൽ നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. DMK കോൺഗ്രസ് സഖ്യമാണ് ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നത്. കോൺഗ്രസിന് 18 MLAമാരുണ്ട്, DMKക്ക് 133 MLAമാരുണ്ട്. എന്നിട്ടും മന്ത്രിസഭയിലേക്ക് കോൺഗ്രസിനെ വിളിച്ചില്ല. അത് ഒരു രാഷ്ട്രീയ മര്യാദകേടായി തന്നെയാണ് കൃത്യമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്നാൽ കൃത്യമായും DMK കോൺഗ്രസിൻ്റെ മുന്നിൽ കുറേ അധികം ഓഫറുകൾ വെച്ചിരിക്കുകയാണ്. അത് വാസ്തവത്തിൽ സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഔദ്യോഗികമായി സംയുക്തമായ പ്രസ്താവന നടത്തും എന്നാണ് DMK വ്യക്തമാക്കിയിരിക്കുന്നത്. ലോക്സഭയുടെ കാര്യത്തിൽ 9 ലോക്സഭാ സീറ്റുകളാണ് കോൺഗ്രസിന് DMK നൽകിയതെങ്കിൽ ആ 9 സീറ്റിലും കോൺഗ്രസ് മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ലോക്സഭാ സീറ്റുകളിലെല്ലാം 2 ലക്ഷത്തിന് മേൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിച്ചു എന്നുള്ളത് നിസ്സാരമായ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. എന്നാൽ തമിഴക വെട്രിക്കഴകം BJP വിരുദ്ധ പാർട്ടി ആയതിനാൽ തന്നെ അത് ഏത് രീതിയിലേക്ക് നീങ്ങും എന്നത് കാത്തിരിക്കാൻ AIADMK ശ്രമിച്ചിരുന്നു. എന്നാൽ തമിഴക വെട്രിക്കഴകത്തിൻ്റെ പ്രധാന ലക്ഷ്യം തമിഴ്നാട്ടിൽ DMK മറിച്ചിടുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതിന് അംഗീകാരം നൽകാതിരിക്കാൻ, ആ രീതിയിലുള്ള ശ്രമം നടപ്പിലാക്കാതിരിക്കണമെങ്കിൽ കോൺഗ്രസിന് കൂടുതലായ അവസരങ്ങൾ നൽകേണ്ടി വരുന്നത് മനസ്സിലാക്കിയിരിക്കുകയാണ് സ്റ്റാലിൻ. അതുകൊണ്ട് തന്നെ സ്റ്റാലിന് ഇനി എടുക്കേണ്ട തീരുമാനം കോൺഗ്രസിന് എത്രമേൽ പ്രാതിനിധ്യം കൊടുക്കുക എന്നത് തന്നെയായിരിക്കും.